നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കാലിക്കറ്റ് സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് AKRSA സർവകലാശാല ക്യാമ്പസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. സർവകലാശാലയിലെ ഗവേഷകർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. DSU ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഭരണകാര്യാലയത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. സർവകലാശാലയിലെ ഗവേഷകർക്ക് വോട്ടവകാശം ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ഭരണകാര്യാലയത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം SFI ജില്ലാ സെക്രട്ടറി N. ആദിൽ ഉദ്ഘാടനം ചെയ്തു. PG വിദ്യാർത്ഥികൾക്ക് പുറമെ ഗവേഷക വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ മേഖലകളിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സൗകര്യം ഉറപ്പുവരുത്താനും അവർക്കാവശ്യമായ എല്ലാ ക്രമീകരണം ഉറപ്പുവരുത്താനുമാണ് സർവകലാശാല ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ സർവകലാശാല ക്യാമ്പസിൽ 56 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഗവേഷകർക്ക് വോട്ടില്ല എന്ന് പറയുന്നത് തീർത്തും വിരോധാഭാസമാണ്. കേരളത്തിലെ മറ്റു സർവകലാശാലകളെല്ലാം പരിശോധിക്കുമ്പോൾ ഗവേഷകർക്ക് അവരുടെ പ്രാതിനിധ്യമുണ്ട്. എന്നാൽ നമ്മുടെ സർവകലാശാലയിൽ മാത്രമാണ് ഈ 500-ലധികം വരുന്ന ഗവേഷകർക്ക് ഇവിടെ പ്രാതിനിധ്യം നൽകാൻ വേണ്ടി കഴിയാതിരിക്കുന്നത്. ഇപ്പോൾ DSU പോലെയുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെടുന്ന ഘടകങ്ങൾ നമുക്കറിയാം. ഈ സർവകലാശാല ക്യാമ്പസിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നതാണ് DSU. ഇവിടുത്തെ ഗവേഷകരാകട്ടെ, PG വിദ്യാർത്ഥികളാകട്ടെ, ഇന്റഗ്രേറ്റഡ് വിദ്യാർത്ഥികളാവട്ടെ, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഇടപെടാനും അവരുടെ സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് ഇടം കൊടുക്കാനുമുള്ള ഏറ്റവും വലിയ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ വേദിയാണ് DSU നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ എന്ന് പറയുന്നത്. എന്നാൽ ആ യൂണിയനിൽ കാഴ്ചക്കാരായിരിക്കേണ്ടവർ മാത്രമാണോ ഗവേഷകർ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഈ ക്യാമ്പസിന്റെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള ഗവേഷക സമൂഹത്തെ അവിടെ ഏറ്റവും ന്യായമായ മൗലികമായ വോട്ടവകാശം എത്ര കാലമാണ് സർവകലാശാല അധികാരികൾക്ക് നൽകാതിരിക്കാൻ വേണ്ടി കഴിയുക? ഈ സമരത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ സമരത്തിലേക്കല്ല കടന്നു വന്നത്. ഈ സർവകലാശാല അധികാരികളെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ നിയമലംഘനത്തെ കുറിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് ചാൻസലറോട് എന്തുകൊണ്ടാണ് 56 വർഷങ്ങൾക്ക് ഇപ്പുറവും 500-ലധികം വരുന്ന ഗവേഷകർക്ക് വോട്ട് നൽകാത്തത് എന്ന ചോദ്യവുമായി ഞങ്ങൾ VC-യെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ രജിസ്ട്രാറെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും എടുക്കുന്ന സമീപനം പോലെ തന്നെ വിദ്യാർത്ഥികളല്ലേ, അവർ കത്ത് തന്നാൽ, അവർ നിവേദനം തന്നാൽ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് നാളിതുവരെ ഈ വിഷയത്തിലും ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. SA ആദിത്യ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം അഫ്രീന ചടങ്ങിൽ സംസാരിച്ചു. AKRSA യൂണിറ്റ് കൺവീനർ P. മുനവർ അലി സ്വാഗതവും S. ശങ്കർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തേഞ്ഞിപ്പാലം.